വെൽക്കം ബാക്ക് ടു പാർട്ട് 2. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 ബേസിക് ഷെയ്ഡിങ് ടെക്നിക്സ് ആണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റത്തേതാണ് ഹാച്ചിങ് ടെക്നിക്. അതായത് സെയിം ഡയറക്ഷനിൽ ലൈൻസ് വരച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇതാണ് കൂടുതലും ഞാൻ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്കാണ് ഞാൻ ചെയ്ത് കാണിച്ചിരുന്നത്. അപ്പോൾ ഡാർക്കർ ആക്കണമെന്നുണ്ടെങ്കിൽ സെയിം മെത്തേഡ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് അതിൽ കിട്ടുക. സോ അടുത്തതാണ് ക്രോസ് ഹാച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാച്ചിങ് മെത്തേഡിൽ തന്നെ കുറച്ച് ഡെപ്തിൽ ക്രോസ് ലൈൻസ് വരച്ചിട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡിങ് മെത്തേഡാണ് ക്രോസ് ഹാച്ചിങ് എന്ന് പറയുന്നത്. അതിന് ഇതിൽ കാണുന്നത് പോലെ ഫസ്റ്റ് ഒരേ ഡയറക്ഷനിൽ ലൈൻസ് വരച്ചിട്ട് പിന്നെ അതിന് നമ്മളൊരു ക്രോസ് ലൈൻസ് വരച്ചിട്ട് ഷെയ്ഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ ഫ്ലാറ്റായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്, ഡാർക്കറും ലൈറ്ററും കാണിക്കുന്നില്ല. അത് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ സെയിം മെത്തേഡ് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഹാച്ചിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന ഒരു ഇമേജിൽ നമുക്ക് കുറച്ചുകൂടെ ഡാർക്കർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്രോസ് ഹാച്ചിങ് അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതായത് കുറച്ച് ക്രോസ് ലൈൻസ് വരച്ചിട്ട് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ എന്താവും ഡാർക്കറാവും. ഇവിടെ ഞാനൊന്ന് റഫായിട്ട് കാണിച്ചുതരാം. അതായത് ഇതേപോലെ കേട്ടോ. ഇതാണ് കറക്റ്റ് ക്രോസ് ഹാച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് സ്കംബ്ലിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ക്രിബ്ലിംഗ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് കുറച്ച് റാൻഡമായിട്ട് സ്ട്രോക്സ് വരച്ചിട്ട് അത് ഷെയ്ഡ് ചെയ്യുന്നൊരു മെത്തേഡാണ്. കുറച്ചുകൂടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിവരയില്ലേ നമ്മൾ, അങ്ങനെ ഈ ഒരു സർക്കിൾ പോലെ നമ്മൾ കുത്തിവര ഇടുന്ന പോലെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യാം. ഇതും ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ. ഇത് ഞാൻ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കാണ് കേട്ടോ കാണിച്ചിരുന്നത്. സോ ഈ സെയിം മെത്തേഡ് തന്നെ കുറച്ചും കൂടെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡാർക്കറായിട്ട് നമുക്ക് കിട്ടും. അതായത് ഇതിൽ വരയ്ക്കുന്നത് പോലെ സെയിം പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ പ്രഷർ കൊടുത്തിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ 3 ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ് അറിയാമെങ്കിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് പിക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. സോ നമുക്ക് ഈ ഹാച്ചിങ് മെത്തേഡിൽ പ്രഷർ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഡാർക്കർ ആക്കണമെങ്കിൽ പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, പിന്നെ അത് എന്ത് ചെയ്യുക, ലൈറ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഡ്രോയിങ് കൂടെ ചെയ്യാം. സോ അതിനായിട്ട് എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം. ഓക്കെ, താങ്ക് യു.